നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അനന്തപത്മനാഭന്റെ മണ്ണാണ് ഇപ്പോൾ നീതി നിഷേധത്താൽ കളങ്കപ്പെട്ടിരിക്കുന്നത്. ഒരു യുവ മേയറും ഒരു യൂത്ത് MLA-യും തെമ്മാടികളായ കുറച്ച് അനുയായികളും ചേർന്ന് തലസ്ഥാനത്ത് നടത്തിയ പേക്കൂത്ത്. ഒരു കാലത്ത് നമ്മൾ മലയാളികൾ അഭിമാനിച്ചിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറിന്റെ നാടാണിത് എന്ന്. അതേ നാടിപ്പോൾ അപമാനത്താൽ തലകുനിക്കുകയാണ്. സാധാരണക്കാരന് നീതി നിഷേധിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മേയറുടെ നാടായി മാറി തലസ്ഥാനം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് MLA സച്ചിൻ ദേവ് അധികാര ദുർവിനിയോഗത്തിന്റെ, ഗുണ്ടായിസത്തിന്റെ, ചെറ്റത്തരത്തിന്റെ രണ്ടാൾ രൂപങ്ങളായി മാറിക്കഴിഞ്ഞു. കൃത്യമായി ശമ്പളം കിട്ടാതെ, എന്നാൽ രാത്രി കൃത്യസമയത്ത് യാത്രക്കാരെ തിരുവനന്തപുരത്ത് എത്തിക്കുവാൻ വേണ്ടി ദൈർഘ്യമുള്ള റൂട്ടിൽ KSRTC ബസ് ഓടിച്ചിരുന്ന യദു എന്ന യുവ ഡ്രൈവർ മേയറും ഭർത്താവ് MLA-യും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നതാണ് KSRTC ഡ്രൈവർക്ക് മുകളിലുള്ള ആരോപണം. വെറും ആരോപണം. അതുതന്നെ പച്ചക്കള്ളമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞു. എല്ലാ ട്രാഫിക് നിയമങ്ങളും തെറ്റിച്ച് സീബ്ര ലൈനിൽ KSRTCക്ക് മുൻപിൽ കാർ കുറുകെ നിർത്തുന്ന മേയറുടെ അഹങ്കാരം. പിന്നെ അവിടെ നടന്നതെല്ലാം ശുദ്ധ തന്തയില്ലായ്മയാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറെ തെറിവിളിച്ച് ബലമായി ഡോർ തുറന്ന് പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന മേയറും ഗുണ്ടകളും. ഈ MLA എന്ന വൃത്തികെട്ടവൻ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നു. ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത ഒരു യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തി റെക്കോർഡ് ചെയ്തതെല്ലാം ഡിലീറ്റ് ചെയ്യിക്കുന്നു. സർവ്വതും നിയമലംഘനം. ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർ എന്ത് കുറ്റമാണ് ചെയ്തത്? ജനക്ഷേമത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത MLA-യാണ് യാത്രക്കാരെ ഗുണ്ടായിസത്തിലൂടെ ജനദ്രോഹപരമായി ഇറക്കിവിട്ടത്. ആരാധ്യ എന്ന് സംബോധന ചെയ്യേണ്ട മേയറാണ് ഈ അധമ പ്രവൃത്തി ചെയ്തത്. അവിടെ നടന്നത് 100% നീതി നിഷേധമാണെന്ന് യാത്രക്കാർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ച യാത്രക്കാർ മുഴുവൻ മേയർക്കെതിരെ സംസാരിച്ചത്. തെറ്റുകൾ മുഴുവൻ ചെയ്ത ഈ വൃത്തികെട്ട മേയറും ഭർത്താവ് കോഞ്ഞാണൻ MLA-യും. എന്നാൽ കേസെടുത്തിരിക്കുന്നത് ഡ്രൈവർക്കെതിരെ. പോലീസ് ഏമാന്മാർ വീണ്ടും അവരുടെ അടിമത്വം തെളിയിച്ചു. ബസ് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാട്ടി എന്നതാണ് ഇവരുടെ ആരോപണം. അത് കണ്ട ഒരു യാത്രക്കാരൻ പോലും ആ ബസ്സിൽ ഇല്ല. CCTV-യിലെങ്ങും കാണാനുമില്ല. പിന്നെ ഈ തെമ്മാടിക്കൂട്ടം പറയുന്ന നുണകൾ എന്തിനാണ് പോലീസ് വിശ്വസിക്കുന്നത്? ഇതൊന്നും സത്യമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. പക്ഷേ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. നീതിയും നിയമവും ഇവിടെ ഒന്നും നടപ്പിലാകില്ല. ഇടതുപക്ഷക്കാരനാണോ എന്ത് നെറുകേടും കാണിക്കാം. പോലീസ് തൊപ്പിയും തോളിൽ നക്ഷത്രവും വെച്ച് ചങ്കുറപ്പുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആര്യയും സച്ചിനും കാണിച്ചതാണ് തെറ്റ്. ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നെങ്ങാനും പറഞ്ഞു പോയാൽ 24 മണിക്കൂർ പോയിട്ട് 4 മണിക്കൂറുകൾക്കുള്ളിൽ പെട്ടിയും കിടക്കയുമായി പറക്കേണ്ടി വരുമെന്ന് വടക്കേതെങ്കിലും ഓണം കേറാമൂലയിലേക്ക്. അങ്ങനെയാണ് നമ്മുടെ നാട്. അങ്ങനെ ഗതി കെട്ടുപോയി നമ്മുടെ നാട്. KSRTC ഡ്രൈവർ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരനായ യദുവിനോട് ഒന്നേ പറയാനുള്ളൂ, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് പോട്ടെ സുഹൃത്തെ. 710 രൂപ ദിവസ വേതനം, അത് കിട്ടുന്നതോ വല്ലപ്പോഴും. മറ്റ് യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ല. ഈ കൊടും ചൂടിൽ രാവന്തിയോളം പണിയെടുക്കണം. അതിനുമെല്ലാം അപ്പുറം അഹങ്കാരിയായ, പേര് പറയാൻ തന്നെ നാണക്കേടായി മാറിയിരിക്കുന്ന ഈ വൃത്തികെട്ട മേയറെ പോലെ ഉള്ളവരുടെ MLA ആണെന്നുള്ള അഹന്തയിൽ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ബലപ്രയോഗത്തിൽ ഇറക്കി വിട്ട് വീഡിയോ എടുത്തൊരു പൗരന്റെ അവകാശത്തെ തെമ്മാടിത്തരം കൊണ്ട് നിഷേധിക്കുന്ന ഈ ക്ലാപ്പൻ ഭർത്താവിൻ്റെയും ഒക്കെ ഇത്തരം ഗുണ്ടായിസങ്ങളും തെറിവിളിയും എന്തിനു സഹിക്കണം? ഒരു ദിവസത്തെ പെയിന്റിംഗ് പണിക്ക് പോയാൽ കിട്ടും സുഹൃത്തെ 1000 രൂപ. അന്തസ്സോടെ, അഭിമാനത്തോടെ പണി കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം. തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് നിങ്ങളൊക്കെ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? ഒരു തൊഴിലാളിയുടെ ശരിക്കൊപ്പം നിൽക്കുന്നതിന് പകരം അഹങ്കാരികളായ തെറ്റിന്റെ അധികാര വർഗത്തിനൊപ്പം നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ നീതി എന്ന വാക്ക് മാഞ്ഞുപോയിരിക്കുന്നു. ഡ്രൈവർ യദു, കേരളത്തിലെ നല്ല സഖാക്കൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ മേയറോടും MLA-യോടും ചോദിച്ചതാണ് ശരി. നിങ്ങളൊക്കെ ആരാ?